ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ദ യാൻ ഡയറി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്ലിപ്പ് നോട്ടാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചെയിൻ സ്റ്റിച്ചിനെ കുറിച്ചാണ്. ഇതിന് ഫസ്റ്റ് നമ്മൾ നേരത്തെ പഠിച്ച സ്ലിപ്പ് നോട്ട് തന്നെ ഇടുക. അതിനുശേഷം ഹുക്ക് ഈ കാണുന്ന ലൂപ്പിലൂടെ അകത്തേക്ക് കയറ്റുക. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നൂല് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അത് ടൈറ്റും ആവരുത് എന്നാൽ ലൂസും ആവരുത്. അടുത്തത് ഹുക്കിൽ നൂല് ചുറ്റി അതിനുശേഷം ആ കാണുന്ന ലൂപ്പിലൂടെ പുറത്തേക്ക് വലിച്ചെടുക്കുമ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ചെയിൻ കിട്ടുന്നു. ഈ കാര്യങ്ങളെല്ലാം റിപ്പീറ്റ് ചെയ്യുക. അപ്പം ഇതുപോലെ ഹുക്കിൽ നമ്മൾ നൂല് ചുറ്റുന്നതിനെയാണ് യാൺ ഓവർ എന്ന് പറയുന്നത്. ചുറ്റിയ നൂലിനെ പുറത്തേക്ക് വലിച്ചെടുക്കുന്നതിന് പുൾ ത്രൂ എന്നും പറയുന്നു. അപ്പോൾ വീണ്ടും ഹുക്കിലേക്ക് ലൂപ്പിൽ ചുറ്റി യാൺ ഓവർ ആൻഡ് വലിച്ചെടുത്ത് പുൾ ത്രൂ, വീണ്ടും യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ. ഈ ഒരു സ്റ്റെപ്പും നമ്മളുടെ ക്രോഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമ്മൾ ഏതൊരു സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഫസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റിച്ചാണ് ഈ കാണുന്ന ചെയിൻ സ്റ്റിച്ച്. നമുക്കിത് എത്ര വേണമെങ്കിലും വലുതാക്കാം. ഈ ഒരു പ്രോസസ്സ് തന്നെ തുടരെ ചെയ്താൽ നമുക്ക് എത്രത്തോളം വലിയ ചെയിൻ സ്റ്റിച്ചാണ് വേണ്ടത് ആ ചെയിൻ സ്റ്റിച്ച് നമുക്ക് കിട്ടുന്നതാണ്. ഇത് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നൊരു കാര്യമായതുകൊണ്ട് തന്നെ ഇതിൽ കുറേ ബുദ്ധിമുട്ടുകളുമുണ്ട്. അതായത് നൂല് എങ്ങനെ പിടിക്കണം, സ്റ്റിച്ചസ് ടൈറ്റ് ആവുന്നത് അല്ലെങ്കിൽ ലൂസായി പോകുന്നത്, അങ്ങനെ കുറേ ബുദ്ധിമുട്ട്, സ്പീഡ് കിട്ടുന്നില്ല. അപ്പോൾ സ്പീഡൊക്കെ നമുക്ക് സാവധാനമേ ആവുകയുള്ളൂ. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾക്കിനി ചെയ്ത സ്റ്റിച്ചസ് അഴിച്ച് കളയണമെന്നുണ്ടെങ്കിൽ യാണിൻ്റെ വലിയ ഭാഗം പതുക്കെ വലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത ചെയിൻ സ്റ്റിച്ചസ് മുഴുവനും അഴിഞ്ഞു കിട്ടുന്നതാണ്. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.